സീഡ് ഇന്റർനാഷണലിന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു മോർണിംഗ് ടോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയണത്. കേട്ടപ്പോ നല്ലതാണെന്ന് തോന്നി. ലൈക്ക് എല്ലാവർക്കും അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പെട്ടെന്ന് തന്നെ കേട്ട് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അത്യാവശ്യം ഒരു മോർണിംഗ് മോട്ടിവേഷനോട് കൂടി ഒരു നല്ല തുടക്കത്തോടു കൂടി ദിവസം ആരംഭിക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ എന്നെ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ബിന്ദു കെ. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, പിന്നെ യോഗ ട്രെയിനറുമാണ്. എന്റെ സ്വദേശം തിരുവനന്തപുരം, താമസിക്കുന്നത് കൊല്ലം ജില്ലയില്. ക്ലിനിക് ഉണ്ട്, തെങ്ങമത്താണ് ക്ലിനിക് ഉള്ളത്. ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. സോ ഇന്ന് എനിക്ക് ഇരിക്കുന്ന ടോപ്പിക്ക്, ഞാൻ മൺഡേ ടു തേഴ്സ്ഡേ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ അടുത്ത ദിവസങ്ങളിലാണ് പറ്റുന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ട് സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം, ക്ലാസ്സിലേക്ക് വരാനായിട്ട് ശ്രമിക്കാം. എനിക്ക് തോന്നുന്നത് ഇതിലുള്ള എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തില് നല്ല അറിവും നല്ല അനുഭവ സമ്പത്തും ഒക്കെ ഉള്ളവരായിരിക്കാം. എന്നാലും നമുക്ക് നോക്കാം, നമുക്ക് ഒരുമിച്ചൊരു ചർച്ചയിലൂടെ പോവാം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോഗയും ജീവിത നിപുണതയും അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. സോ യോഗ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, യോജിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സും ശരീരവും പ്രാണനും തമ്മിലുള്ള ഒരു സംയോജനമാണ് യോഗ എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ ഇപ്പോ ഇവിടെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന യോഗ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കുറെ പോസ്റ്റേഴ്സ് മാത്രമായിരിക്കും. പക്ഷെ അതിലേക്ക് ഉപരിയായിട്ട് യോഗ എന്ന് പറയുമ്പോൾ അതൊരു ജീവിത മാർഗമാണ്, ജീവിത ശൈലിയാണ്. അവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് മനസ്സിലാക്കാനുള്ളത്. സോ യോഗ എന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും പ്രാണനും തമ്മിലുള്ള ഒരു സംയോജനം. സോ നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മളുടെ അബ്സല്യൂട്ട്ലി നമ്മുടെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സന്തോഷകരമായിട്ട് ആരോഗ്യകരമായിട്ട് ജീവിക്കുക എന്നത്. അപ്പോ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു ടേം, വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് ഈസ് നമുക്കറിയാം, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് യോഗയിലൂടെ എങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ ഇത് യോഗ എങ്ങനെയാണ് ഒരു ജീവിത ശാസ്ത്രമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ജീവിത ശാസ്ത്രമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സും ശരീരവും പ്രാണനും തമ്മിലുള്ള ഒരു സംയോജനമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്, നമ്മൾ ഇപ്പൊ പറയുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവും മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയവുമായിട്ടുള്ള വെൽബീയിങ് ഉണ്ടാകണം എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമുക്ക് ഒരേപോലെ സാധ്യമാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. സോ ഇവിടെ ഫിസിക്കൽ വെൽബീയിങ്, ആദ്യം നമുക്ക് 4 വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ഈ 4 വാക്കുകളെയും നമുക്ക് എങ്ങനെയാണ് സംയോജിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ യോഗയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്നോ. നമുക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ആ ശാരീരികമായിട്ടുള്ള ഉന്നമനം കിട്ടാനായിട്ട് നമുക്ക് യോഗയില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിംബുണ്ട്, അതാണ് ആസന. ദെൻ മാനസികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ് ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാണായാമം പരിശീലിക്കുന്നുണ്ട്, നമ്മൾ ധ്യാനം പരിശീലിക്കുന്നുണ്ട്, നമ്മൾ ശവാസന പരിശീലിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിലൂടെയൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വെൽബീയിങ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ വെൽബീയിങ് കിട്ടുന്നതിന് വേണ്ടി
യോഗയിൽ നമുക്ക് യമം നിയമം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ട്. അതെന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇതിന്റെ കണക്ഷൻ ഒന്ന് പറയുന്നേ ഉള്ളൂ ആദ്യമായിട്ട്. അപ്പോ യമവും നിയമവും പരിശീലിപ്പിച്ച് അല്ലെങ്കിൽ പരിശീലിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ സോഷ്യൽ വെൽബീയിങ് അവിടെ സ്വാർത്ഥം. ഇനി ഈ യമത്തിലും നിയമത്തിലും തന്നെ നമുക്ക് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്ന ഒരു ലിമ്പുണ്ട്. അതിലൂടെ അത് കൃത്യമായിട്ട് പരിശീലിച്ചു പോകുമ്പോൾ നമുക്ക് സ്പിരിച്വൽ വെൽബീയിങ്ങും അവിടെ സാധ്യമാകുന്നത്. അങ്ങനെയാണ് ഈ യോഗയും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലുള്ള ഒരു സംയോജനം, അല്ലെങ്കിൽ യോഗയും നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് യോഗയെ കുറിച്ച് കുറച്ചുകൂടെ പറയാം. ഓക്കെ, അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി യോഗ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ യോഗ എന്നല്ല. ആദ്യം ഞാൻ പറഞ്ഞ യോഗ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ജസ്റ്റ് ഒരു കുറച്ച് ആസനങ്ങളുടെ ഒരു ഷേപ്പ് ആണ് എങ്കിൽ പോലും യോഗ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ, 8 അംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിത ചര്യയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ചാല് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യമം എന്ന് പറഞ്ഞാല് ഹാർമണി വിത്ത് ദി വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്, ഹൗ ടു ലീവ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതാണ് യമം പറയുന്നത്. അടുത്തത് നിയമം പറയുന്നത് ഹാർമണി വിത്തിൻ യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെ മനസാ വാചാ കർമ്മണ നിങ്ങൾ എങ്ങനെയായിരിക്കണം, അതായത് നമ്മുടെ സെൽഫ് എങ്ങനെയായിരിക്കണം, നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ജീവിത നിപുണതയായ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത നിപുണതയായ സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത്. ഇത് ആസനം എന്ന് പറയുന്നത് സോ കോൾഡ് ആസന ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യോഗ പരിശീലിക്കുന്നു. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്നതിന് ശേഷം നമ്മൾ ഒരു യോഗ പരിശീലനത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമല്ല യോഗ. ഒരിക്കലും ഒരു ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഒരു അസുഖം വന്നാൽ നമ്മളത് ട്രീറ്റ് ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് യോഗ പരിശീലനം, ആസന പരിശീലനം നേടുന്ന ഒരാൾക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാലും പിന്നെ ഒരിക്കലും തുടങ്ങാൻ വേണ്ടി ആയിട്ടില്ല അല്ലെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി എന്ത് യോഗ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകേണ്ടയും ആവശ്യമില്ല. അങ്ങനെയാണ് യോഗ പരിശീലനത്തിന്റെ മൂന്നാമത്തെ അംഗമായ ആസനം അതിനു വേണ്ടിയാണ്. അതായത് ബോഡി പോസ്റ്റേഴ്സ് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രാണായാമം, കൺട്രോൾഡ് ബ്രീത്ത്. നമുക്കറിയാം നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതിന്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് നമ്മളില് ബ്രെത്ത് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു തെളിവെന്ന് പറയുന്നത്. സോ അപ്പൊ അതിനെ പരിപാലിക്കേണ്ട കൺട്രോൾഡ് ആയിട്ട് ബ്രീത്തിങ്ങിന് ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയും. അടുത്തതാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് സെൻസസ്, ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിയും. ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യാഹാരവും ധാരണയും പരിശീലിക്കുന്നതിലൂടെ നമുക്ക് സ്വായത്തമാക്കുന്ന ഒരു കഴിവാണ്, അല്ലെങ്കിൽ അത് ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രത്യാഹാരവും വിഡ്രോവൽ ഓഫ് സെൻസസ്. അതുപോലെ ധാരണ എന്ന് പറയുന്നത് ഇന്റൻസ് ഫോക്കസ് ഓർ സ്റ്റഡി മൈൻഡ്. നമ്മുടെ മൈൻഡ് ഒന്ന് സ്റ്റഡി ആയി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 സ്കില്ലുകൾ, അല്ലെങ്കിൽ സ്കില്ലെന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കാം, ഈ 2 ലിംബുകളും നമുക്ക് പരിശീലിക്കുന്നതിൻ്റെതായ ആവശ്യം. ധ്യാനമാണ് അടുത്തത്. കണ്ടംപ്ലേഷൻ ഓർ മെഡിറ്റേഷൻ എന്ന് പറയും. സോ അവിടെയും നമ്മൾ മൈൻഡ്ഫുൾനെസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നമുക്ക് ഉണ്ട്. അത് നമുക്ക് കേട്ടാൽ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ധ്യാനിക്കുന്നതിലൂടെ ഏതോ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക്
നമുക്ക് അത്യാവശ്യം നമ്മുടെ ബ്രെയിനിന് വേണ്ട ആഹാരമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടുന്നതിന് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല ഒരു പരിശീലനമാണ് ധ്യാന പരിശീലനം എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടും കോൺസെൻട്രേഷൻ ഉണ്ടാവാനായിട്ടും ഒക്കെ നമ്മൾ എപ്പോഴും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫൈനൽ, അതായത് എട്ടാമത്തെ ലിംബായ സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ സമാധി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ ഒരാളുടെ അവസാനമായിട്ടുള്ള ഒരു കാര്യം. യെസ്, അത് അവിടെ തന്നെ നമുക്ക് ആ ഒരു അവസാനം എന്ന് പറയുന്ന ആ ഒരു അബ്സല്യൂട്ട് ബ്ലിസ്, ഒരു പരമാനന്ദം എന്നുള്ള ഒരു 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 അർത്ഥം തന്നെ നമുക്ക് അവിടെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു 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 തെളിവാണ്, ഒരു അറിവാണ്, തെളിവാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ് അബ്സല്യൂട്ട് ബ്ലിസ് അഥവാ സമാധി എന്ന് പറയുന്നത്. ഒരു ഓപ്പൺനെസ് നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫൈനലി നമ്മളുടെ ജീവിതത്തിന്റെ പരമാനന്ദമായ ലക്ഷ്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ബ്ലിസ്. നമുക്കൊരു പരമാനന്ദം മാക്സിമം നമ്മൾ സന്തോഷകരമായിട്ട് ഏതൊരു സ്റ്റഡി ലൈഫ് കിട്ടണമെങ്കിൽ, സ്റ്റഡി മെന്റൽ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തന്നെയാണ് യോഗയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് സാരം. സോ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെയുള്ള 8 പാതയിലൂടെ, അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ പാതയാണ്. ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോഴാണ് നമുക്ക് മാനസികവും ശാരീരികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ഒരു വെൽബീയിങ് മനുഷ്യന് ഉണ്ടാകും. സോ ഇതിനെ നമുക്ക് യൂസേഴ്സ് മാനുവൽ ഓഫ് ലൈഫ് അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ ഓഫ് മാൻ എന്ന് തന്നെ വിളിക്കാം. അതായത് മനുഷ്യൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, സമൂഹത്തിലായാലും മനസാ വാചാ കർമ്മണ എങ്ങനെയാണ് അവന്റെ ഒരു നിത്യജീവിതം കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് യോഗയിലൂടെ പഠിക്കുന്നത്. ഇതിനകത്ത് ചെറുതായിട്ട് നമുക്ക് കുറച്ച് സമയത്തിനിടയിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ഒരു അവലോകനം കൊടുക്കണം. എങ്ങനെയാണ് ജീവിത നിപുണതയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ഹാർമണി വിത്ത് ദി വേൾഡ്, ലോകവുമായിട്ട് ഉള്ള ഒരു ഐക്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ഈ ഈ ഈ ഈ അംഗം യമം എന്ന് പറയുന്ന പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സഹായിക്കുന്നത് യമം എന്ന് പറയുന്ന തത്വമാണ്. ഇതില് അടുത്തതായിട്ട് തന്നെ 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ യമം നമ്മൾ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ സഹവർത്തിക്കേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലൂടെ വരുന്നത്. സോ ഈ 5 യമങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, പരിഗ്രഹം. സോ അഹിംസ വാക്കിൽ തന്നെ ഉണ്ട്, നോൺ വയലൻസ്, മനസ്സും വാചാ കർമ്മണ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് മാത്രമല്ല, വാചകത്തിന് മാത്രമല്ല, പ്രവൃത്തിയിലും അത് ഉണ്ടാകാതിരിക്കുക. അഹിംസ, ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക. അപ്പോ അഹിംസ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ തത്വം എന്ന് പറയും. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വവുമായിട്ട് നമ്മളൊരു അഹിംസ പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ ബാക്കിയുള്ള ഈ പറഞ്ഞ ദയയും സമാനുഭാവവും, അതായത് എംപതി, നമ്മളുടെ ലൈഫ് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നായ എംപതി ഒക്കെ നമുക്ക് അറിയാതെ സമാനുഭാവവും സഹാനുഭൂതിയും ഒക്കെ നമ്മളിൽ വളർന്നു വരണമെങ്കിൽ അല്ലെങ്കിൽ യമത്തിനകത്തുള്ള അഹിംസ പരിശീലിക്കുന്നതിലൂടെ, അത് നമ്മൾ അറിയുക, എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് അറിയുന്നതിലൂടെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മള്
അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക, തിന്നാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് മനസ്സുകൊണ്ട് പോലും നമുക്കൊരു ഉപദ്രവം മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും. അപ്പൊ നമുക്ക് തന്നെ എന്താ പറയുക, നമ്മൾ മാത്രമല്ല, പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മൾ ഇത് പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തലമുറ നമുക്ക് ഉണർന്നു നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. സോ അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് നമ്മൾക്ക് യമം എന്ന് പറയുന്നത്. അപ്പോ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിലും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാണുന്നു, എന്നൊക്കെ കേൾക്കുന്നു എന്നുള്ളതിലൂടെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി മാറുന്നത്. സോ അതിന് നമ്മുടെ ചുറ്റുപാടുകളും നന്നാക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനം തന്നെയാണ് നമ്മൾ അഹിംസ പരിശീലനം. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ അഹിംസ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം എന്നാണ്. ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അതിന്റെ പുറകെ വന്നോളൂ എന്നാണ്. നമുക്കറിയാം, നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത്, നമ്മുടെ ഓരോ കുട്ടിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അവന്റെ ഒഴിഞ്ഞ ഒരു സ്ലേറ്റ് പോലെയാണ് ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അവിടെ വന്നിട്ടോ അവിടെ എന്തെഴുതി ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാണ് തീരുമാനിക്കുന്നത് നമ്മൾ അവിടെ എന്ത് എഴുതി ചേർക്കണമെന്ന്. സോ അപ്പൊ അവിടെ നല്ല രീതിയിലുള്ള ഈ പറയുന്ന യമവും നിയമവും ഒക്കെ അനുസരിച്ചുള്ള രീതികളാണ് അവരെ പഠിപ്പിച്ചെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സോ അടുത്തതാണ് സത്യം എന്ന് പറയുന്നത്, ട്രൂത്ത്ഫുൾനെസ്, അഹിംസ, സത്യം. അവിടെയും നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അഹിംസ നമ്മൾ പൂർണ്ണമായിട്ട് പാലിക്കുന്ന ഒരാൾക്ക് ഈ സത്യവും ബാക്കിയുള്ള ഇതിനോട് പുറകിലേക്ക് വരുന്ന എല്ലാ ലിമ്പുകളും ഇതിന്റെ പുറകെ തന്നെ വരികയും. അപ്പൊ അവിടെയും നമ്മൾ വരണം, മനസാ വാച കർമ്മണ നമ്മള് സത്യസന്ധമായിട്ട് ജീവിക്കുക, ആരുടെയും ഒന്നും മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ചിന്തിക്കാതിരിക്കുക. മാനസികമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്താൽ പോലും അത് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ട് അത് എഫക്ട് ചെയ്യും എന്നുള്ളതിന് തെളിവുകളുണ്ട്. സോ അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ സത്യം ചിന്തിക്കുക, സത്യം പറയുക, സത്യം ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പൊ മനസാ വാച കർമ്മണ നമ്മള് സത്യസന്ധമായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. അടുത്തത് അസ്തേയം എന്ന് പറയുന്നത് നോൺ സ്റ്റീലിംഗ്. എന്താണ് പറയാ, മറ്റുള്ളവരുടെ കാര്യങ്ങള് നമ്മൾ അപഹരിക്കാതിരിക്കുക. അതും അവിടെയും സ്റ്റിൽ നമുക്ക് പറയാം, മനസാ വാച കർമ്മണ നമ്മൾ അസ്തേയം പാലിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ അപഹരിച്ചെടുക്കുക അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ അസ്തേയം എന്ന് പറയുന്ന ഒരു ലിംബിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അതും നമ്മുടെ അസ്തേയത്തിനകത്ത് വരും. അടുത്തത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്, ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്ന് പെട്ടെന്ന് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് തോന്നി. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ ഒരു എനർജി നമ്മൾ മറ്റുള്ള ഒന്നിലേക്കും തിരിച്ചുവിടാതെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ ജീവിതം നമ്മൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോൺ അക്യൂമുലേറ്റിംഗ് അഥവാ അപരിഗ്രഹം എന്ന് പറയുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും കൂട്ടിവെക്കുക. നമുക്കറിയാം, അത് നമ്മളുടെ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഒരു ടേം ഉണ്ട്. ഇത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി മാത്രം, എല്ലാം നമുക്ക് വേണ്ടി. അപ്പൊ മറ്റുള്ളവർക്കുള്ളതും കൂടെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് നമ്മൾ നമ്മളുടേതായ വഴിയിലേക്ക് അത് കൊണ്ടുവരും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിങ്കിൽ അവിടെ ഒരു എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കാശുണ്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു അത്യാവശ്യം വേണ്ട
ഒരു 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 ആവശ്യം എന്താണ്, നമുക്ക് ഇത്ര വേണം എന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ കൂട്ടിവെച്ച് മറ്റുള്ളവർക്കുള്ളതും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ പരിശീലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. എല്ലാരും അല്ല, പലരും അത്, കൂടുതൽ പേരും അത് പരിശീലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ. അപ്പം യോഗ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ട് വന്ന് ചേരാൻ പോകുന്ന ഘടകങ്ങളാണ് ഇവ. അടുത്തതാണ് നമുക്ക് യമമുണ്ട്, അടുത്തത് നിയമമുണ്ട്. ഈ യമവും നിയമവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാമൂഹികമായിട്ടും സ്പിരിച്വൽ ആയിട്ട് ആത്മീയവുമായിട്ടുള്ള നമുക്ക് ഉന്നമനം കിട്ടണമെങ്കിൽ നമുക്കിത് പരിശീലിച്ചേ മതിയാവൂ എന്നുള്ളത്. അപ്പൊ നിയമത്തിൽ പറയുന്നത് ശൗച സന്തോഷ തപസ്യ സ്വാധ്യായ ഈശ്വര പ്രണിധാന. ഓക്കെ, ശൗചം എന്ന് പറയുമ്പോൾ മനസാ വാച കർമ്മണ നമ്മള് ശൗചം പരിശീലിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായിട്ടുള്ളൊരു മനസ്സ്. അപ്പൊ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേക്കാം, നമ്മൾ ശുദ്ധമായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള, ഇപ്പൊ നമ്മള് ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തെ നമ്മൾ എത്ര 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 പറഞ്ഞാലും നമുക്ക് എന്താണ് തീരാത്തത്ര പറയേണ്ടി വരും. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നല്ല എംപതി നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളിവിടെ പലതും അത് കഴിയുമ്പോൾ നമ്മൾ പലതും ചിന്തകൾ മാറിപ്പോകുന്നു. ബട്ട് സ്റ്റിൽ അത് നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അനുവർത്തിച്ചു പോകുക, അതിനെ പരിശീലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ശൗചം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, ശരീരം ശുദ്ധമായിരിക്കുക. വാചകം, നമ്മളെ പറയുന്ന ഓരോ വാക്കുകളിലൂടെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മള് ചെയ്യുക. അടുത്ത സന്തോഷം. നേരത്തെ പറഞ്ഞു, നമ്മുടെ അബ്സല്യൂട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ട് ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുക. അതിന് എവിടെയാണോ നമുക്ക് സങ്കടമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണോ നമുക്ക് നമ്മളെ കൊണ്ട് കൺട്രോളിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്, സോ അതിനെ വീണ്ടെടുക്കാനായിട്ട്, നമ്മുടെ സന്തോഷം വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക. എവിടെയെങ്കിലും നമുക്ക് നമ്മൾ ഇടറിപ്പോയാൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ എല്ലാ സൊല്യൂഷനും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നില്ല. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു സ്കിൽ നമ്മൾ അവിടെ ഉപയോഗിച്ച് നമ്മുടെ സന്തോഷം നമ്മൾ വീണ്ടെടുക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സന്തോഷം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓരോ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്ത തപസ് എന്ന് പറയുന്നത്, തപസ്യ എന്ന് പറയും, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയും, അച്ചടക്കത്തോടു കൂടി ജീവിക്കുക എന്നുള്ള തപസ്. അപ്പൊ എന്താണോ നമ്മളുടെ തപസ് എന്ന് പറഞ്ഞാല്, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു അച്ചടക്കത്തോടുകൂടി നമ്മൾ മനസാ വാച കർമ്മണ അതെന്നും എപ്പോഴും ഈ ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ തപസ്യ എന്ന് പറയുന്നത്. അതായത് നമ്മള് ഒരു യോഗയിലെ തപസ്യ എന്ന് പറയുമ്പോൾ പോയി എന്താ പറയുക, ഓരോ പോസ്റ്ററിൽ നമ്മൾ ഇരുന്നു തപസ് കണ്ണടച്ചു വെക്കുന്നു, അങ്ങനെ ഇരിക്കുന്നത് അല്ല തപസ്യ. നമ്മുടെ ജീവിതത്തിൽ തപസ്യ എങ്ങനെയാണ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് ലിംബ് എന്ന് പറയുന്നത്. സോ അതാണ് എന്റെ തപസ്യ. ദെൻ അടുത്തത് സ്വാധ്യായ മീൻസ് സെൽഫ് എക്സാമിനേഷൻ. നമ്മൾ സ്വയം പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് പഠനങ്ങൾ നടത്തിക്കൊണ്ടേ, അല്ലെങ്കിൽ അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. ഓരോ ഉൾക്കാഴ്ചകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നാണ്. ദെൻ ഫൈനലി ഈശ്വര പ്രണിധാനം. ഞാൻ പറഞ്ഞു സെൽഫ് സറണ്ടർ ടു ദി ഡിവൈൻ. നമ്മളെ സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നല്ല ഒരു ഈശ്വര പ്രണിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു തരത്തിലുമുള്ള നേരത്തെ പറഞ്ഞ് അഹിംസയുടെ പാതയിലൂടെ നമുക്ക് ജീവിക്കാൻ തോന്നില്ല. മനസാ വാച കർമ്മണ നമ്മള് ഈശ്വര പ്രണിധാനമാണ് നമ്മള് പാലിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പരിപാലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിങ്ങനെ തെറ്റായ ഒരു പാതയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് യമവും നിയമവും. അതായത് നമ്മൾ ജീവിതത്തില് വാട്ട് ആർ ദി ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ് ഓഫ് ലൈഫ്, എന്ത് നമുക്ക് ചെയ്യാം, എന്ത് നമുക്ക് ചെയ്തുകൂടാ
എന്നുള്ളതാണ് പറയുന്നത് യമവും നിയമവും. ഓക്കെ, അപ്പൊ നമ്മുടെ 8 അംഗങ്ങളായ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതിനകത്ത് 2 നിയമങ്ങളെയാണ്, 2 കാര്യങ്ങളെയാണ് നമ്മൾ വിശദമായി പറഞ്ഞത്. അത് യമവും നിയമവുമാണ്. അടുത്തത്, അപ്പൊ അതിലൂടെ നമുക്ക് നേരത്തെ പറഞ്ഞു ഞാന്, ആരോഗ്യം, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് സോഷ്യലും സ്പിരിച്വലുമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് വേറെ ഒന്നും വേണ്ട, യമവും നിയമവും പരിശീലിച്ച് ജീവിച്ചാൽ മതി. ദെൻ ആസന എന്ന് പറയുന്നത്, ആസനവും പ്രാണായാമവും പ്രത്യാഹാരവും ധാരണയും ധ്യാനവും നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അടുത്ത് നമ്മൾ പറയുന്ന 2 കാര്യങ്ങളായ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് നമുക്ക് കിട്ടിക്കോളും. പരിശീലനം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഈ പാതയിലൂടെ ജീവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും യോഗ ചെയ്യുക അല്ലെങ്കിൽ യോഗ അഭ്യാസം നടത്തുക എന്നുള്ളതല്ല യോഗ. അത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുക മാനുവലാണ്, ഹൗ ടു ലീവ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതാണ് യോഗ പരിശീലനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ജീവിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് യോഗ എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ള ആസന പരിശീലിക്കുക എന്നുള്ളത് മാത്രമല്ല. ആസന പരിശീലിക്കുക എന്ന് പറയുന്നത് ഇതില് ഒരൊറ്റ ഘടകം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ പ്രാണായാമം, എല്ലാവർക്കും ഒരുപാട് പേര് ഇതിൽ ചെയ്യുന്നത്, ആസന ചെയ്യുന്നുണ്ട്, നമ്മള് പ്രാണായാമം ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ലിമ്പിൽ ഒതുങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, ബാക്കിയുള്ള ഘടകങ്ങൾ ചെയ്യുമ്പോൾ യമവും നിയമവും പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ ഹാഫ് ഓഫ് ദി വേ ഡൺ എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങള് നമുക്കറിയാം. ഇപ്പൊ അത് പരിശീലിച്ചു വരുന്ന ഒരാൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ട് വന്നു ചേരും. ആ സെൽഫ് ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ ആസനവും പ്രാണായാമവും പ്രത്യാഹാരവും ഒക്കെ നമുക്ക് താനെ വരിക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് യോഗയും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ സമയം 6:30 എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് 6:30 നിർത്തുകയാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഈ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.